നെക്സ്റ്റ് കോഡ് നമ്പർ ജിൻഡോ. ഇന്ന് ലാലേട്ടൻ്റെ കയ്യിൽ നിന്നും ഊക്ക് മേടിക്കാനുള്ള അടുത്ത ഇരയാണ് ജിൻഡോ. കഴിഞ്ഞ ആഴ്ച സത്യം പറഞ്ഞാൽ ക്യാപ്റ്റനായിട്ട് ജിൻഡോ ഒറ്റയ്ക്കല്ല കളിച്ചത്. ഈ പറയുന്ന സിബിൻ്റെയും പവർ ടീമിൻ്റെയും ഒരു പാവയായിട്ട് തന്നെയാണ് കളിച്ചത് എന്നാണ് നമുക്ക് കണ്ടപ്പോൾ തോന്നിയത്. അതിന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ചോദിച്ചിട്ട് പൊരിക്കുന്നുമുണ്ട്. ഈ ഒരു ഇതോടുകൂടി ജിൻഡോ പഠിക്കണം, ഒറ്റയ്ക്ക് നിന്ന് കളിച്ചിട്ടേ കാര്യമുള്ളൂ എന്നുള്ളത്. ഒറ്റയ്ക്ക് നിന്ന് കളിച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് കാണാത്ത എൻ്റെ കൂട്ടുകാരൻ വരെ ജിൻഡോനെ സപ്പോർട്ട് ചെയ്യും. അതാണ് ജിൻഡോ ശരിക്കും പറഞ്ഞാൽ ഇന്നലെയും കഴിഞ്ഞ ആഴ്ചയെല്ലാം ഈ സിബിൻ എന്തു പറയുന്നു അതിനനുസരിച്ച് വാലാട്ടി നടക്കുമായിരുന്നു. അത് തന്നെയാണ് ഇന്നലെ ലാലേട്ടൻ അവിടെ വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചത്. ഏത് കാലേ വാരി നിലത്തടിക്കുന്ന സംഭവമില്ലേ അത്. ജിൻഡോയ്ക്ക് ശരിക്കും പറഞ്ഞാൽ പുറത്ത് നല്ല ഒരു ഫാൻ ബേസ് ഉണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ ജിൻഡോൻ്റെ വായിൽ നിന്ന് വരുന്ന ചില അബദ്ധങ്ങളാണ് അവനിട്ട് പണി കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് അടിപൊളിയായിട്ട് ഒറ്റയ്ക്ക് നിന്ന് കളിക്കുകയാണെങ്കിൽ ജിൻഡോ മോനെ നീ സൂപ്പറാ. അപ്പോൾ ഇന്ന് ഏതായാലും ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് പ്രൊമോയിൽ നിന്ന് മനസ്സിലാവുന്നത്. പക്ഷേ ജിൻഡോ എങ്ങനെയാണ് ഇനി മുതൽ കളിക്കാൻ വേണ്ടി പോകുന്നതെന്നാണ് നമ്മൾക്ക് കാത്തിരുന്ന് കാണേണ്ടത്. കാരണം ജിൻഡോൻ്റെ ഉറ്റ സുഹൃത്തായ ജാൻമോണി പുറത്തു പോയിരിക്കുകയാണ്. അത് ജിൻഡോനെ ശരിക്കും ഇട്ട് ഒലച്ചിട്ടുണ്ട്. അപ്പോൾ സിബിൻ്റെ കൂടെ തന്നെ നിന്ന് കളിക്കുമോ അതോ സായി, സിബിൻ, അർജുൻ ടീമിൻ്റെ കൂടെ നിന്ന് ജിൻഡോ കളിക്കുമോ? അർജുനില്ല, അർജുൻ വേറെ അല്ലേ, അർജുൻ വേറെ ടീം. ജിൻഡോ, സായി, സിബിൻ, അഭിഷേക് ഈ ഒരു ടീമിൻ്റെ കൂടെയാണ് ശരിക്കും ഇപ്പം ജിൻഡോ നിൽക്കുന്നത്. പക്ഷേ ജിൻഡോ കുറച്ചും കൂടി ഒന്ന് ആക്റ്റീവ് ആവുമായിരിക്കും അല്ലേ. ഏതായാലും ഇന്നത്തെ ലാലേട്ടൻ്റെ ഒരു വഴക്കും കൂടെ കിട്ടുമ്പോഴത്തേക്കും എൻ്റെ ബിഗ് ബോസ് സാറേ ഞാനിനി നന്നായിക്കോളാം എന്നും പറഞ്ഞിട്ട് ജിൻഡോ നന്നാവാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഓക്കേ.